ഏവർക്കും മിസ്റ്റർ ഇഗ്നേഷ്യസ് ലയോളയുടെ തിരുനാളാശംസകൾ. എറണാകുളം അങ്കമാലി അതിരൂപത CLC സംഘടിപ്പിക്കുന്ന മൺട്രീസ ക്വിസ് കോമ്പറ്റീഷനിലേക്ക് ഏവർക്കും സ്വാഗതം. പഠന വിഷയങ്ങൾ: വിശുദ്ധ ലൂക്ക 1-2 അധ്യായങ്ങൾ, CLC ചരിത്രം, മിസ്റ്റർ ഇഗ്നേഷ്യസ് ലയോള, ജീവിതം, ആധ്യാത്മികത. ഗൂഗിൾ ഫോമിലാണ് ഉത്തരങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. ആദ്യമേ തന്നെ ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ പേര്, പ്രായം, ഇടവക, വീട്ടുപേര്, ഫോൺ നമ്പർ എന്നിവ രേഖപ്പെടുത്തുക. ആകെ 20 ചോദ്യങ്ങളാണുള്ളത്. തന്നിരിക്കുന്ന ഗൂഗിൾ ലിങ്ക് വഴി ചോദ്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായി രേഖപ്പെടുത്തുക. മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പ് ആയിരിക്കും ചോദ്യങ്ങൾ. ഈ വീഡിയോയിലൂടെയായിരിക്കും ചോദ്യങ്ങൾ നൽകുന്നത്. അറിയിച്ചിരുന്നത് പോലെ ആദ്യം ശരിയുത്തരം അയക്കുന്ന ഓരോ വിഭാഗത്തിനുള്ള 3 പേർക്ക് 500 രൂപ ക്യാഷ് പ്രൈസ് ഗിഫ്റ്റ് ബോക്സും ഉണ്ടായിരിക്കും. കൂടാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന 10 പേർക്ക് ആകർഷകമായ ഗിഫ്റ്റ് ബോക്സും സമ്മാനമായി നൽകുന്നതാണ്. ഏവർക്കും മൺട്രീസ ക്വിസ് കോമ്പറ്റീഷനിലേക്ക് സ്വാഗതം. ചോദ്യം 1. മരിയൻ സൊഡാലിറ്റിക്ക് CLC എന്ന പേര് അംഗീകരിച്ച മാർപ്പാപ്പ? കേരളത്തിൽ CLCയുടെ ആദ്യത്തെ യൂണിറ്റ് സ്ഥാപിതമായത് ചേന്ദമംഗലം വൈപ്പിൻകോട്ട സെമിനാരിയിലാണ്. ഏത് വർഷമാണ് സ്ഥാപിതമായത്? നമ്പർ 3. CLC ചിഹ്നത്തിൻ്റെ അർത്ഥം. ചോദ്യം 4. മരിയൻ സൊഡാലിറ്റി സ്ഥാപിച്ച ഫാദർ ജോൺ ലെനിസ് ഏത് രാജ്യക്കാരനായിരുന്നു? ചോദ്യം നമ്പർ 5. റോമിലെ ഗ്രിഗോറിയൻ സർവകലാശാലയിൽ വച്ചാണ് മരിയൻ സൊഡാലിറ്റി സ്ഥാപിതമായത്. ഏതു വർഷം? ചോദ്യം നമ്പർ 6. ഇന്ത്യയിലെ ആദ്യത്തെ മരിയൻ സൊഡാലിറ്റി സ്ഥാപിതമായത് 1607 എവിടെ വെച്ചാണ് സ്ഥാപിതമായത്? ചോദ്യം നമ്പർ 8. ഭാഗ്യവതിയായ കന്യാമറിയത്തിൻ്റെ പ്രേരണയിലും പ്രചോദനത്തിലുമുള്ള കത്തോലിക്ക പ്രവർത്തനമെന്ന് മരിയൻ സൊഡാലിറ്റിയെ തൻ്റെ ചാക്രിക ലേഖനത്തിലൂടെ വിശേഷിപ്പിച്ച പാപ്പ? ചോദ്യം നമ്പർ 9. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. വചനഭാഗം. ചോദ്യം നമ്പർ 10. ഇഗ്നേഷ്യൻ ധ്യാനക്രമം എത്ര ആഴ്ച നീണ്ടു നിൽക്കുന്നതാണ്? ചോദ്യം നമ്പർ 11. മരിയൻ സൊഡാലിറ്റിയുടെ 3ാം ലോക സമ്മേളനം 1964 ഇന്ത്യയിൽ എവിടെ വെച്ചാണ് നടന്നത്? ചോദ്യം നമ്പർ 12. മരിയൻ സൊഡാലിറ്റിക്ക് സഭയുടെ അംഗീകാരം ലഭിച്ചത് എന്ന്?
ചോദ്യം നമ്പർ 13. ഇഗ്നേഷ്യസ് ലയോളയെ വിശുദ്ധനായി പ്രഖ്യാപിച്ച പാപ്പ. ചോദ്യം നമ്പർ 14. മരീൻ സൊറാലിറ്റി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സ്ഥാപിതമായത് എന്ന്. മോശയുടെ നിയമം അനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള കർമ്മങ്ങൾ പൂർത്തിയായപ്പോൾ ശിശുവിനെ കർത്താവിന് സമർപ്പിക്കാൻ എവിടേക്കാണ് കൊണ്ടുപോയത്? ചോദ്യം നമ്പർ 16. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം എന്ന് ആരോട് പറഞ്ഞു? ചോദ്യം നമ്പർ 17. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ മരണം എവിടെ വെച്ചായിരുന്നു? ചോദ്യം നമ്പർ 18. ലോക CLCയുടെ മുഖപത്രം. ചോദ്യം നമ്പർ 19. ഏത് വർഷമാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള മരിച്ചത്? ചോദ്യം നമ്പർ 20. സ്പിരിച്വൽ എക്സസൈസ് അഥവാ ആത്മീയ അഭ്യാസങ്ങൾ എന്ന ഗ്രന്ഥം ആദ്യമായി പ്രസിദ്ധീകരിച്ച വർഷം? എല്ലാവരും ഗൂഗിൾ ഫോമിൽ ഉത്തരങ്ങൾ രേഖപ്പെടുത്തുക. ഒരിക്കൽ കൂടി വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ തിരുനാൾ മന്ത്രങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു.